സങ്കീർത്തനം 5 അഞ്ചാം സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. Listen to my cry for help, my King and my God, for to you I pray. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. Lead me, O Lord, in your righteousness, because of my enemies make straight your way before me. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകൂപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു, നാവ് കൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. Declare them guilty, O God, let their injuries be downfall. Banish them from my sins, for they have rebelled against you. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. അനുഗ്രഹിക്കും, പരിചരണത പോലെ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. Praise Lord. ദൈവ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Blessed to God's name. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I praise and thank God for giving us one more opportunity to come in His presence. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂടിവരനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for this blessed community that we have here. അനുഗ്രഹിക്കപ്പെട്ട ആ വർഷിപ്പനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for the blessed worship that we had today. കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്ററുമായിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചുവല്ലോ. നന്ദിയോടെ സ്തോത്രം. God has given us one more opportunity to come here with the pastor to praise his name. ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. I want to thank each and every one of you here. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടൊരു വിഷയം പറഞ്ഞിരുന്നു 2 ആഴ്ച മുമ്പ്. ഞങ്ങളുടെ മകൻ്റെ ഭാര്യയുടെ പ്രസവം, മരുമകളുടെ പ്രസവം, അത് ഇന്നലെ വളരെ നോർമലായിട്ട് നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. നല്ലൊരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുകയാണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും വളരെ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. Few weeks back we testified that our daughter-in-law she was expecting, and thankfully by God's grace she had a girl child last week, and I really want to thank each and every one of you. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നത്. I'm really glad today. കാരണം വളരെ അധികം സ്നേഹമുള്ളവരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടവന്നു. I understood that everyone of you here are full of love. സ്തോത്രം. വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's turn our attention to the psalms that we read today. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 5ാം സങ്കീർത്തനം. Fifth Psalms is the psalms written by David. എൻ്റെ മുമ്പിൽ സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കട്ടെ. I'm going to quickly go because there's not much time. ഇതിലെ 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. Give ear to my words, O Lord. Consider my sighing. Listen to my cry for help, my King and my God. For to you I pray. സ്തോത്രം. 1-ാം വാക്യത്തിൽ തന്നെ പറയുകയാണ്, വാക്കുകൾക്ക് ചെവി തരണമേ. And the first verse it says, give ear to my words. അതുപോലെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. Consider my sighings. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. And we can see that this is a prayer between David to God. നാം ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ വാക്കുകളെ കൊണ്ടാണ് അല്ലേ? And when we pray, we use our words to express our requests. അതുപോലെ ദൈവത്തിന്റെ വചനം നാം ധ്യാനിക്കുന്നത്, സ്തോത്രം, അതും ദൈവത്തിന് വളരെ പ്രസാദകരമാണ്. And God really likes us, like when we meditate on His word. 19-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സ്തോത്രം. In Psalms 19, there's a words that the words that I speak and the things that I think in my mind is acceptable for you. നമ്മുടെ വാക്കുകളും നമ്മുടെ ധ്യാനവും ദൈവത്തിന് വളരെ പ്രസാദകരമായിരിക്കേണ്ടത് ഈ സമയം ആവശ്യമാണ്. And our words and our thoughts should be pleasing to God. ദൈവത്തിന് പ്രസാദകരമായിരിക്കണം നമ്മുടെ വാക്കുകളും നമ്മുടെ ധ്യാനവും. And everything that we do should please God. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് നാം എപ്പോഴും സന്നദ്ധനാണ്. And God is the one who has an ear for all the prayers that you have. ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഉത്തരം അരുളുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. And when God hears our prayer, He will deliver us with whatever situation you are in. അവന്റെ ചെവി ചായിച്ച് നമ്മെ കേൾക്കുന്നവനാണ്. And He will lend His ear to listen to what you have to say. അവൻ കേൾക്കുവാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കുവാനായിട്ട് അവൻ ചെവി ചായിക്കുന്നവനാണ്. And He lends His ear to hear what you have to say to Him as a request. നാം എല്ലാവരും പറയുവാനായിട്ടാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, കേൾക്കുവാനായിട്ടല്ല. മറ്റുള്ളവരുടെ ഒരു കാര്യം നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നാം പറയുവാൻ എപ്പോഴും മുതിരുന്നവരാണ്. And we all generally like to speak a lot and doesn't like to listen from what others have to say. എന്നാൽ ദൈവം നമ്മുടെ വാക്കുകളെ കേൾക്കുവാനായിട്ട് എപ്പോഴും താല്പര്യപ്പെടുന്നവനാണ്. But our God is the one who wants to listen what you want to say. നമ്മുടെ എന്താണ് ആവശ്യം അതെല്ലാം അവൻ കേൾക്കുവാൻ സന്നദ്ധനാണ്. And He wants to listen to each and every prayer request that you have. തീർച്ചയായിട്ടും ദൈവം ഒരു പ്രാവശ്യം ഉത്തരമറിയാൽ മതി. 62-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, നാമും ദൈവത്തെ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളും കേൾക്കുവാനായിട്ട് എപ്പോഴും സന്നദ്ധരായിരിക്കേണ്ടതാണ്. And we should have a heart to listen, just like God, we have to have a heart to listen to the problems of others. എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല, കേൾക്കുവാനായിട്ട് അവർക്ക് താല്പര്യമില്ല, പറയുവാൻ മാത്രമാണ് കൂടുതൽ അവർ താല്പര്യം കാണിക്കുന്നത്. But human beings, as in general, likes to speak a lot but doesn't want to listen to anyone. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേൾക്കുവാനും താല്പര്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. But God wants us to listen as well as we speak. രണ്ടാം വാക്യം പറയുന്നത്, എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. And the second verse it says, listen to my cry for help, my King and my God, for to you I pray. ഈ സമയം ദാവീദ് രാജാവാണ്. എന്നാൽ രാജാവായ ദാവീദ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ്. And we know that when David wrote this psalm, we know that he is a king, but in here we can see that he is addressing the God as my King and my God. കാരണം അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. Because he is the King of kings. അവന് മാത്രമേ ആ രാജാവിന്റെ സംഘടനയാചന കേൾക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. And he is the only one who can hear the problems that the kings have. നാം ഓർക്കണം, രാജാക്കന്മാരുടെ രാജാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. And we should know that when we pray to the King of kings. സ്തോത്രം. അതുകൊണ്ടാണ് സംഗീതം പറയുന്നത്, നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. That's the reason why he's saying that this is to you that I pray to you. ഞാൻ എല്ലാ വാക്യങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 5-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കയില്ല, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും നീ പകയ്ക്കുന്നു. The 5th verse it says, the arrogant cannot stand in your presence, you hate all who do wrong. അഹങ്കാരം, തീർച്ചയായിട്ടും അഹങ്കാരം നിങ്ങളൊക്കെ ദൈവം ഏറ്റവും വെറുക്കുന്ന സംഭവമാണ്. And being arrogant and being proud is something that God hates. സ്തോത്രം. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം, 6:16 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ 6 കാര്യം വെറുക്കുന്നു, 7 കാര്യം അവനെ അറപ്പാകുന്നു. And it says in Ecclesiastes that there are 6 things that he hates and there are 7 other things which he also hates.
അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ആ ഗർവമുള്ള കണ്ണ് എന്നാണ് പറയുന്നത്. And in the 17th verse, it says that the roaring eyes that you have. അത് വെറുക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. And it's one of the things that reacts quickly to it. എ പ്രൗഡ് ലുക്ക്, ഗർവമുള്ള കണ്ണ് അവൻ എപ്പോഴും വെറുക്കുന്നു എന്നുള്ളതാണ്. And he has a proud eyes. 138-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുകയാണ്. And even though our God is the most high, he accepts the people who are humble and hates the proud. താഴ്മയുള്ളവരെയാണ് അവൻ ഓർക്കുന്നത്, താഴ്മയുള്ളവരെയാണ് അവൻ കടാക്ഷിക്കുന്നത്. And he delivers to those who are humble. നമ്മുടെ താഴ്ചയിലാണ് അവൻ നമ്മെ ഓർക്കുന്നത്, നമ്മെ സഹായിക്കുവാനായിട്ട് ഓടി വരുന്നത്. And he thinks of you and he delivers you when you are at your lowest. എന്നാൽ അഹങ്കാരികളെ അവൻ വെറുക്കുന്നു, വീഴ്ചയ്ക്ക് മുന്നേ ഉന്നതഭാവം. But he hates all those who are proud and arrogant. തീർച്ചയായിട്ടും ദൈവം വെറുക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം തന്നെയാണ് അഹങ്കാരം എന്നുള്ളത്. And this is the first thing that God hates, that being arrogant. 73-ാം സങ്കീർത്തനമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And we can see that in Psalm 73. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 7-ാം വാക്യം, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. Let's go to verse 7. But I by your great mercy will come into your house, and in reverence will I bow down toward your holy temple. സ്തോത്രം. ഇവിടെ പറയുന്നത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ എന്നുള്ളതാണ്. And it says that I've been by your great mercy. കൃപ അതിന്റെ ബഹുത്വമാണ് കർത്താവിന്റെ കയ്യിലുള്ളത്. And he has a greatness of mercy. അവൻ എപ്പോഴും നമ്മോട് കൃപ കാണിക്കുന്നു എന്നുള്ളത്. And he always shows us his mercy towards us. കൃപ എപ്പോഴും അവൻ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. And the mercy increases abundantly. നമ്മുടെ കുറവുകൾ ഓർക്കാതെ പിന്നെയും കൃപയാൽ അവൻ എല്ലാം ക്ഷമിച്ച് നമ്മോട് ദയ കാണിക്കുന്നവനാണ്. Even though we do have like problems and shortcomings, he forgives us because of his mercy. ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താൽ, and that's because only by his great mercy. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് when he go to the holy temple, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ, and he looks towards that temple, ദൈവത്തിലുള്ള ഭക്തിയോടെ ആരാധിക്കും. and in reverence he has his worship. വലിയൊരു വർഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാണുവാൻ സാധിക്കും. And it shows a great worship that he has towards God. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് നമുക്കിവിടെ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ്. And it is only by God's mercy that we all could come here and worship. ദൈവത്തിന്റെ ആലയമാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. And we know that this is a holy temple of ഈ God. ആലയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വലിയ കൃപ നാം അനുഭവിക്കണം എന്നുള്ളത്. And we need to have his mercy to come here and be worshiping it. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണ്. And this is a holy temple of God. സ്തോത്രം. ഈ വിശുദ്ധ മന്ദിരത്തിന് നേരെ ദൈവത്തിങ്കലുള്ള ആ ഭക്തിയോടെ നമുക്ക് ആരാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ അളവില്ലാത്ത കൃപ നമ്മുടെ മേൽ കൃപ ചൊരിയേണ്ടതാണ്. And in reverence, if we want to come here and worship God, we need to have his great mercy on us. പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ സകലതും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. And in summary, we know that everything that's here comes from God. കുറച്ചുകൂടെ നാം ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിച്ച സകലതും ദൈവത്തിന്റെ കൃപയാൽ മൂലം മാത്രമാണ്, ദൈവത്തിന്റെ ദാനമാണ് സകലതും. And if we think to ourselves, everything that we have today is a gift of God, it's a mercy of God towards us. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്നിട്ടുള്ള സകല കാര്യങ്ങളും ദൈവത്തിന്റെ കൃപ മൂലം മാത്രമാണ്. പൗലോസും പറയും, ഞാൻ നിൽക്കുന്നത് കൃപയാൽ മാത്രം. And that's why Paul says that he knows that everything that he has is from God, and that why he is living is by God's mercy. അത് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ കൃപ നമുക്ക് അളവില്ലാത്ത കൃപയാലാണ് നാം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാം നമ്മുടെ സകല വിധമായ അഹങ്കാരവും സകലമായ നികളവും അതുപോലെ സകലവിധമായ ദോഷങ്ങളും മാറ്റി ദൈവത്തിന്റെ ഒരു പൈതലായി തീരുമെന്നുള്ളതിന് സംശയമില്ല. And when we know that everything that we have, everything that's surrounding us is from God and God's mercy, we will put our arrogance away and be a child of God.
11-12 ഞാൻ വായിക്കാം ആഗ്രഹിക്കുന്നു. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും, നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നെ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. സ്തോത്രം. Verse 11 and 12. But let all who take refuge in you be glad. Let them ever sing for joy. Spread your protection over them, that those who love your name may rejoice in you. For surely, O Lord, you bless the righteous. You surround them with your favor as with a shield. സ്തോത്രം. ദൈവത്തെ ശരണം പ്രാപിക്കുന്നവർക്കുള്ള സന്തോഷവും ആനന്ദവും ഉല്ലാസവും ഇവിടെ സങ്കീർത്തനകാരൻ വളരെ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെതായിട്ടുള്ള കാരണം ഇതാണ്. 12-ാം വാക്യം, യഹോവേ, നീതിമാൻ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും എന്നുള്ളതാണ്. And in here we can see how David is describing the people who has taken refuge in him and how they are happy and rejoicing in God. ദൈവത്തിൻ്റെ ദയ അത് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാണ്. And we know that God's mercy has been over the earth, and everything that's come out of life is by God's mercy. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞത്? പരിച കൊണ്ടെന്ന പോലെ. And he shields that with covers it with the shield. കേടകം സ്തോത്രം. പരിച, റെഫ്യൂജ്, നമുക്ക് തടുക്കുവാനുള്ള ഒരു ആയുധമാണ് പരിച. നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മുമ്പൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സംഭവമാണ്. And we know that kings has used the shield to protect themselves when enemy strikes him. ആ പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും നമുക്കത് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്തതാണ്. സ്തോത്രം. ആ പരിച കൊണ്ട് നമ്മെ മറയ്ക്കുകയാണ്. Just like the shield being used by a king, he uses his mercy to protect us from all the evil. തീർച്ചയായിട്ടും എല്ലാ അന്ധകാര ശക്തികളിലും എല്ലാ സാത്താന്യ ശക്തികളിൽ നിന്നൊക്കെ നമ്മെ മറച്ച് സൂക്ഷിക്കുന്നത് ദൈവത്തിന് അളവില്ലാത്ത ദയയും കരുണയും കൃപയുമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനം ഉടനീളം വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And we know that in this psalm we can see a complete evidence of how God's mercy and grace protects us from all the enemies that's striking against us. സ്തോത്രം. ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ദാവീദിൻ്റെതായിട്ടുള്ള ഓരോ അനുഭവങ്ങളിൽ നിന്നാണ്. പലവിധമായ പ്രതികൂലമായ അവസ്ഥയിൽ കൂടെ താൻ കടന്നു പോയപ്പോൾ അനേക സങ്കീർത്തന ഭാഗങ്ങൾ അതിൽ കൂടെ രചിക്കുവാനായിട്ട് ഇടവന്നു. And we know that when we read the psalms written by David, he has written these psalms when he was going through his darkest phase or when he was having a huge struggle. 84-ാം സങ്കീർത്തനം പറയുന്ന പോലെ കണ്ണുനീർ താഴ്വരയിൽ കൂടി ഞാൻ നടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കും. And in 84 it says that when I was walking through the valley of tears, he made it to a river. അങ്ങനെ വിവിധമായ പ്രശ്നങ്ങൾ കൂടിയൊക്കെ നടന്നപ്പോൾ താൻ അനേക സങ്കീർത്തനത്തിന്റെ സിംഹഭാഗവും ദാവീദാണ് എഴുതിയത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അനുഗ്രഹപൂർണമായിട്ട് അത് എഴുതുവാനായിട്ട് ദൈവം ദാവീദിനെ സഹായിച്ചു. And David wrote most of his psalms when he was walking through struggles, and when he had problems, that's when he wrote most of his psalms. നമുക്കും ഇന്ന് അനേക പ്രയാസങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ അതിനെ ജലാശയം കണ്ണുനീർ താഴ്വരയിൽ നടക്കുമ്പോൾ ജലാശയമാക്കി തീർക്കുവാനായിട്ട് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് നമ്മെ തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരുന്നുകൊള്ളുന്നു. ദൈവം നമ്മെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. And in this time we know that when we go through difficult times, when we go through struggles, we know that God's mercy will protect us, and that's when we can be a good character to others and show God's mercy to others. And may God bless us with these words.